അവൾ തന്റെ കാമുകന് സർപ്രൈസ് കൊടുക്കാൻ വെള്ളത്തിലേക്ക് ചാടാൻ പോവുകയാണ്. പക്ഷെ വെള്ളത്തിന് കുറച്ച് സെന്റിമീറ്റർ ആഴമേ ഉള്ളൂ എന്നവൾ അറിഞ്ഞില്ല. അവൾ ഓടിപ്പോകാൻ ഒരുങ്ങുമ്പോൾ അവരുടെ നായ കുരയ്ക്കാൻ തുടങ്ങി. അവനത് ശ്രദ്ധിക്കുകയും അവളെ തടയാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ അവളുടെ ബാലൻസ് തെറ്റി തലയിടിച്ച് താഴെ വീണു. അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് നീന്തി അവളെ ഒരു വായി നിറച്ച പായയിൽ കിടത്തി. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അവൻ സൺബാത്തിനെ വന്നതായിരുന്നു. പൂൾ മാനേജർക്ക് അവിടെ ആളുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഡ്രെയിനേജ് സിസ്റ്റം ഓണാക്കി അയാൾ പോയി. പൈപ്പുകളിലൂടെ വെള്ളം പതുക്കെ ഒഴുകാൻ തുടങ്ങി. ആ മനുഷ്യനത് കണ്ടില്ല. അവൻ ഉറങ്ങിപ്പോയിരുന്നു. അവൻ ഉണർന്നപ്പോൾ ജലനീപ്പ് വളരെ താഴ്ന്നിരിക്കുന്നത് കണ്ടു. അവൻ കുളത്തിൽ നിന്ന് കയറാൻ ശ്രമിച്ചു. പക്ഷെ അതിനിടയിൽ അവന്റെ ഒരു നഖം പോലും ഒടിഞ്ഞു. പെട്ടെന്ന് അവന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കുളത്തിന്റെ അരികിലേക്ക് തെന്നിമാറി. അവനത് വീഴുന്നത് വരെ കാത്തിരുന്നു. അതിനിടയിൽ നായ അബദ്ധത്തിൽ കുളത്തിലേക്ക് വഴുതി അരികിൽ കുടുങ്ങി. നായയെ രക്ഷിക്കാൻ അയാൾ വേഗത്തിൽ നീന്തി. നിർഭാഗ്യവശാൽ അവന്റെ ഫോൺ കുളത്തിൽ വീണു. പിന്നെ അയാൾക്ക് പിന്നിൽ ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഫോൺ കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടു. ഫോൺ ചാർജിംഗ് കേബിളുമായി കണക്റ്റായി കിടക്കുന്നുണ്ട്. വീഴാൻ പോകുന്നു എന്ന് അയാൾ കണ്ടു. അതിനാൽ അയാൾ കഴിയുന്നത്ര ശക്തമായി ചാടി ഫോൺ കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കി. പക്ഷെ അയാൾക്ക് ഫോൺ നഷ്ടമായി. വെള്ളത്തിലേക്ക് വീണു. താഴെ നിന്നത് പിടിച്ചു. പക്ഷെ ഫോൺ ഓണായില്ല. കൂടുതൽ വെള്ളം ഒഴുകുന്നത് തടയാൻ അയാൾ താഴേക്ക് പോയി. തന്റെ തോർത്ത് ഉപയോഗിച്ച് ഡ്രെയിനിൽ തടഞ്ഞു. അയാൾ നീന്തി മുകളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ പാന്റ് ഡ്രെയിനിൽ കുടുങ്ങി. അപ്പോഴേക്കും അയാളുടെ പിസ്സ എത്തി. ഡെലിവറിക്കാരൻ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. അവൻ അയാളെ കാണാൻ കഴിഞ്ഞെങ്കിലും എത്ര അലറി വിളിച്ചിട്ടും അവന്റെ ശബ്ദം മുകളിലേക്ക് എത്തിയില്ല. ഡെലിവറിക്കാരൻ പോകാൻ ഒരുങ്ങുമ്പോൾ അയാൾ ചെയിൻ ഊരി മാറ്റി നീന്തി മുകളിലേക്ക് കയറി. സഹായത്തിനായി നിലവിളിച്ചു. പക്ഷെ മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം കാരണം കേട്ടില്ല. മറ്റൊരു അവസരം കൂടി നഷ്ടപ്പെട്ടു. അയാൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു. വായി നിറച്ച പായയിൽ കിടന്ന് സഹായത്തിനായി കാത്തിരിക്കുക. കാമുകി വിളിച്ചപ്പോൾ മറുപടി നൽകിയില്ലല്ലോ എന്ന ആശങ്കയിൽ കുളത്തിലേക്ക് വന്നു. അവൻ ഉറങ്ങുന്നത് അവൾ കണ്ടു. അവന് സർപ്രൈസ് കൊടുക്കാൻ അവൾ ആഗ്രഹിച്ചു. അത് ഈ നിലയിലുമായി. രാത്രിയായപ്പോഴേക്കും സ്ത്രീ ഇപ്പോഴും അബോധാവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് അവളുടെ തലയിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരുന്നു. നായ പ്രവേശന കവാടത്തിൽ കുരയ്ക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചീങ്കണ്ണിയെ കണ്ടു. അയാൾ നായയോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു. പക്ഷെ ചീങ്കണ്ണി അത് കണ്ടു. നായയുടെ അടുത്തേക്ക് പോകുന്നതിനിടെ വഴുതി കുരത്തിലേക്ക് വീണു. രണ്ടാം ഭാഗത്തിനെ സബ്സ്ക്രൈബ് ചെയ്യൂ.